പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ സായം സന്ധ്യയിൽ റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിൻ്റെ മഞ്ചിൽ കടന്നു വന്ന ഒരു നിർവചനം നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ കർത്താവ് സാവകാശനായ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ഗ്രൂപ്പിൻ്റെ ചീഫ് അഡ്മിൻ സിസ്റ്റർ റോസ്ലിൻ സുരേഷ് ഈറോഡ്, മറ്റ് അഡ്മിൻസ്, മറ്റ് എന്നെ കേൾക്കുന്ന ശ്രോതാക്കൾ, ക്രിസ്തുവേശുവിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രിയരെ, ഒരു പാട്ടിൻ്റെ ഹിന്ദി പാട്ടാണ് പാടി അത് ഷെയർ ചെയ്യുക. വചനത്തിൽ പോയി ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ये दुनिया के लोगों, ओम जी आवाज करो, गावो खुशी के गीत, उसका गुणगान करो, इबादत करो उसी की, इबादत करो, इबादत करो उसी की, इबादत करो. याद रखोगे वही ये खुदा है, हमको ही जीवन उसी ने दिलाई, उस चारगाह से हम सब आए, रब का नंगा हम गीत गाए, रब का तुम शुक्र करो, ओम जी आवाज करो, गाओ खुशी के गीत, उसका गुणगान करो, इबादत करो उसी की, इबादत करो, इबादत करो उसी की, इबादत करो. नामे खुदावन कितना मुबारक, मेरा खुदावन कितने भला है, नामे खुदावन कितना मुबारक, मेरा खुदावन कितने भला है, रहमत है उसकी सदियों पुरानी, वफा का अजाल से यही सिलसिला है, उस परिमान तरो, उसका गर्दन चलो, गाओ खुशी के गीत, उसका गुणगान करो, इबादत करो उसी की, इबादत करो, इबादत करो उसी की, इबादत करो. ए दुनिया के लोगों, ओम जी आवाज करो, गाओ खुशी के गीत, उसका गुणगान करो, गाओ खुशी के गीत, उसका गुणगान करो, इबादत करो उसी की, इबादत करो, इबादत करो उसी की, इबादत करो. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അതുപോലെ ഈ സായം സന്ധ്യയിൽ
അല്പസമയം ഒരു വിഷയവുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദീർഘായുസ് ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പലവിധമായ പല വിഷയങ്ങൾ വെച്ച് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. എന്നാൽ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ഭാരതത്തിൽ എല്ലാവരും സുവിശേഷം അറിയണമെന്ന് ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ? അവിടെയാണ് പ്രശ്നം. കർത്താവേ, ഈ ഭാരതത്തിൽ, കേരളം വിട്ടു കഴിഞ്ഞാൽ ഈ ഭാരതത്തിൽ അനേകർ യേശുവിനെ അറിയാതെ, യേശുവിൻ്റെ പേര് പോലും അറിയാത്തവരുണ്ട്. അനേകർ, ലക്ഷക്കണക്കിന് കൂട്ടിക്കോ. അവരൊക്കെ കർത്താവിനെ അറിയണം, കർത്താവിൽ വിശ്വസിക്കണം എന്ന് നമ്മൾ ആരെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പ്രിയമുള്ളവരെ, ഇതിനാധാരമായി, എൻ്റെ ചിന്തകൾക്ക് ആധാരമായി ഒരു വേദഭാഗം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം അതിൻ്റെ 6, 7, 8 വാക്യമാണ് വായിക്കുന്നത്. യെശയ്യാ 6-ന്റെ 6, 7, 8. ഇവിടെ കാണുന്നത്, അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനൽ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്നു വന്നു, അതെൻ്റെ വായ്ക്ക് തൊടുവിച്ചു. ഇതാ, ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി, നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അനന്തരം, ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട്, അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇവിടെ യെശയ്യാവ് ആരാ? യെശയ്യാവ് ഒരു സാധാരണക്കാരനല്ല, പ്രവാചകന്മാരിൽ ഏറ്റവും സീനിയറാ. ആ പ്രവാചകനാകുന്ന യെശയ്യാവ് താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ താൻ കണ്ട ഒരു ദർശനമാണിത്. ദൈവത്തിൻ്റെ സിംഹാസനവും ദൈവത്തെയും താൻ കാണുകയാണ്. അങ്ങനെ കണ്ടപ്പോൾ സ്വർഗത്തിൽ നടക്കുന്ന ഒരു ആരാധന പോലും തനിക്ക് കാണാൻ ഇടവന്നു. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ഇവിടെ ഈ ആരാധനയിൽ താൻ കേട്ടത് ഒരു വലിയ ശബ്ദമാണ്. സ്വർഗത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു ശബ്ദം താൻ അവിടെ കേൾക്കുകയാണ്. എന്താണ് ആ ശബ്ദം എന്നറിയാമോ? ഞാൻ ആരെ അയക്കേണ്ടു? പ്രിയമുള്ളവരെ, ഈ ശബ്ദം ഇന്നും, കർത്താവിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ ശബ്ദം നമ്മുടെ കാതുകളിൽ മുഴങ്ങുന്നുണ്ടോ? നിങ്ങൾ ദൈവവുമായി നിങ്ങൾ വസിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ശബ്ദം കാതുകളിൽ അലയടിച്ചു കൊണ്ടിരിക്കും. എന്താണ് ദൈവം പറയുന്നത്? ഞാൻ ആരെ അയക്കേണ്ടു എന്ന് കർത്താവ്, എന്ന് ദൈവം പറയുന്ന ആ ശബ്ദം പ്രിയമുള്ളവരെ കാതുകളിൽ, യെശയ്യാവിൻ്റെ കാതുകളിൽ കേൾക്കുകയാണ്. ഇവിടെ നമുക്കറിയാം, കർത്താവിൽ നിന്ന് വളരെയധികം നല്ല കാര്യങ്ങൾ പ്രാപിക്കാൻ പലർക്കും ഇഷ്ടമാണ്. ഒന്ന് പ്രാർത്ഥിക്കുക, ദൈവം കൊടുക്കുക. കർത്താവേ, എൻ്റെ കുഞ്ഞിൻ്റെ റിസൾട്ട് നല്ലതാകണേ, ഉടനെ പ്രാർത്ഥിച്ച് ദൈവം കേട്ടു, അതങ്ങ് പാസ്സാക്കി. കർത്താവേ, സൗഖ്യം പ്രാപിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുക, ഉടനെ അങ്ങ് സൗഖ്യമായി. കർത്താവേ, എനിക്ക് ജോലിയില്ല, ജോലിക്ക് വേണ്ടി ഞാൻ പോവുക, ജോലി കിട്ടണം, അതങ്ങ് ഓക്കെ ആയി. പ്രിയമുള്ളവരെ, കർത്താവിനോട് നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചോദിച്ച് കർത്താവ് അതെല്ലാം പാസ്സാക്കി തരുന്നത് കൂട്ടിക്കോ, അതെല്ലാം ദൈവം കേൾക്കുന്നുണ്ട്. എന്നാൽ കർത്താവിന് വേണ്ടി നീ പോകാൻ ഒരുക്കമാണോ? അവിടെയാണ് പ്രശ്നം. ചിലരാണ് കംഫർട്ടബിൾ മിനിസ്ട്രിയാ, എങ്ങും അവർ പോകാത്തൊരു മുറിക്കുള്ളിൽ ഇരുന്നാണ് സുവിശേഷം പ്രസംഗിക്കുന്നത്. അവർക്ക് മനുഷ്യന്റെ ഇടയിൽ പോകാനോ മനുഷ്യനോട് കാര്യം പറയാനോ അവർ തയ്യാറല്ല. പണ്ട് ആ കാട്ടത്തിയിൽ സക്കായി ഇരുന്നത് പോലെ, സക്കായി എന്താ ആഗ്രഹിച്ചെന്നറിയാമോ? സക്കായിയെ ആരും കാണരുത്, പ്രത്യേകിച്ച് യേശു കാണരുത്. അങ്ങനെ വലിയ വീതിയുള്ള വലിയ ഇലയ്ക്കുള്ളിൽ ഒതുങ്ങി ആരും കാണാതെ ഇരിക്കുന്ന ഒരു സക്കായി. അങ്ങനെയാണ് പലരുടെയും സുവിശേഷ പ്രവർത്തനം. എന്താണ്? അവർ കർത്താവിന് വേണ്ടി ചെയ്യുന്നുണ്ട്, പക്ഷേ കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ അവരൊന്നും ചെയ്യുന്നില്ല. കർത്താവ് നമ്മളോട് ചോദിക്കുകയാണ്, എനിക്ക് വേണ്ടി നിനക്ക് വരാൻ കഴിയുമോ
ഇന്ന് വരെയുള്ള നിന്റെ ആരാധന, നിന്റെ പ്രാർത്ഥന, നിന്റെ സുവിശേഷ പ്രവർത്തനങ്ങൾ, അതിനെല്ലാം ഒരു സീമ, ഒരു ബൗണ്ടറിയാണ് കർത്താവ് കാണുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ആ വായിച്ച ഭാഗത്തിലേക്ക് നമുക്ക് വീണ്ടും ഒന്ന് മടങ്ങിപ്പോകാം. അവിടെ കാണാൻ കഴിയുന്നത് ദൂതന്മാർ ആരാധിക്കുക. ഒരു കസേര, ഇന്നെല്ലാം പള്ളിയിൽ നല്ല സൂപ്പർ കസേര ഇട്ടിരിക്കുക. ഒടിയരുത്, വളയരുത്, ചുളുങ്ങരുത്, അങ്ങനെ വിശാലമായിട്ടിരുന്നുള്ളൊരു ആരാധനയാണ് ഇന്ന് പല ദൈവാലയത്തിൽ കാണാൻ കഴിയുന്നത്. എന്നാൽ അന്ന് ദൂതന്മാർ ആരാധിച്ചത് യെശയ്യാവ് നേരിട്ട് ദർശനത്തിൽ കണ്ട എങ്ങനെയാണെന്നറിയാമോ? 2 ചിറകുകൊണ്ട് മുഖം മൂടി, 2 ചിറകുകൊണ്ട് പാദം മൂടി, 2 ചിറകുകൊണ്ട് പറന്ന് പറന്ന് നിന്ന് യഹോവയായ ദൈവം പരിശുദ്ധൻ 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 എന്ന് അവർ 24 മണിക്കൂർ, നമ്മളാ 24 മണിക്കൂർ വെച്ചിരിക്കുന്നത്, അവരിടവിടെ അവർ ഗ്യാപ്പില്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, ആ ആരാധനയ്ക്ക് ഒരു പേര് നമുക്ക് കൊടുക്കാം. എന്ത്? പറന്ന് നിന്നുള്ള ഒരു ആരാധന. അവർക്ക് വിശ്രമമില്ല. നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഇന്നെല്ലാം സൂം മീറ്റിംഗാ, വാട്സപ്പ് മീറ്റിംഗാ, വാ വെരി ഗുഡ് വെരി ഗുഡ്. അതോടുകൂടി അതിന് ചില ടൈമൊക്കെ ഫിക്സ് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ പിന്നെ പ്രാർത്ഥന ഒക്കുകയില്ല. പ്രിയമുള്ളവരെ, അതെ, ടൈം ടേബിൾ വെച്ചും പീരിയഡ് വെച്ചും നിയന്ത്രണം വെച്ചും അല്ല ദൈവത്തെ നമ്മൾ ആരാധിക്കേണ്ടത്. മറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എന്ത്? അതെ, നമ്മുടെ നാവിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രാർത്ഥന. അതാണ് പ്രിയമുള്ളവരെ ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു സ്തുതി, അതെ, ദൈവത്തിന് നമ്മൾ കൊടുക്കുന്നത് അതിന് ടൈം പീരിയഡ് ഒന്നുമില്ല. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ഇന്ന് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ത്? ദൂതന്മാർ ആരാധിച്ച ആരാധന പറന്ന് നിന്നുകൊണ്ടുള്ള പറന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനിങ്ങനെ നമുക്കൊരു വ്യാഖ്യാനിക്കാം: വിശ്രമമില്ലാതെ, ഒരു സ്റ്റോപ്പേജ് ഇല്ലാതെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ആരാധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രിയമുള്ളവർ, നമുക്കിതിനോട് ചേർന്നൊരു വാക്യം വായിക്കണം. 2 ദിനവൃത്താന്തം 5-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 11 മുതൽ 14 വരെയുള്ള വാക്യം നമുക്ക് വായിക്കാം. 2 ദിനവൃത്താന്തം 5-ാം അധ്യായം 11 മുതൽ 14 വരെ. പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പുരോഹിതന്മാർ കൂറുകളുടെ ക്രമം നോക്കാതെ എല്ലാവരും തങ്ങളെ വിശുദ്ധീകരിച്ചിരുന്നു. കൂറുകളുടെ ക്രമം നോക്കാതെ വിശുദ്ധീകരിച്ചിരുന്നു. 13-ാം വാക്യത്തിൽ കാഹളക്കാരും സംഗീതക്കാരും ഒത്തൊരുമിച്ച് കാഹളത്തോടും കൈത്താളത്തോടും വാദിത്രങ്ങളോടും കൂടെ അവർ നല്ലവനല്ലോ അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് ഏകസ്വരത്തോടെ കേൾക്കുമാർ യഹോവയെ വാഴ്ത്തി സ്തുതിച്ചു. അവർ ഉച്ചത്തിൽ പാടി യഹോവയെ സ്തുതിച്ചപ്പോൾ എന്താണ് അവിടെ കണ്ടത്, സംഭവിച്ചെന്നറിയാമോ? യഹോവയുടെ ആലയമായ മന്ദിരത്തിൽ അതേ മേഘം നിറഞ്ഞു. അവരുടെ ആ പുരോഹിതന്മാരുടെ പ്രാർത്ഥന, ദൂതന്മാരുടെ പ്രാർത്ഥനയല്ല. ആ പുരോഹിതന്മാരുടെ പ്രാർത്ഥനയ്ക്കകത്ത് 2 ക്വാളിറ്റീസ് നമുക്ക് കാണാൻ കഴിയും. ഒന്ന് എന്തെന്നറിയാമോ? അവർ ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു. 2 ഏകസ്വരത്തോട് പ്രാർത്ഥിച്ചു. ഇന്നത്തെ ആധുനിക ക്രിസ്ത്യാനിറ്റിയിൽ ഇന്ന് കൺവെൻഷനിലും മറ്റുമൊക്കെ ഇതിൻ്റെ കോപ്പി അടിച്ച് വെച്ചിരിക്കുക. എങ്ങനെ കോപ്പി അടിച്ചെന്നറിയാമോ? വാദിത്രങ്ങളും ഉപകരണങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്ന് ഒരു സ്റ്റേജ് മൊത്തം വേണ്ടാത്ത എല്ലാ ഉപകരണങ്ങളും കൊണ്ടുവെക്കും. അങ്ങനെ ഇഷ്ടംപോലെ അങ്ങോട്ട് പാട്ടുകൾ പാടിയ ശേഷം എന്ത് സംഭവിക്കും? അത് പാട്ട് പാടുന്ന ആരാ? വിശുദ്ധിയോ വേർപാടോ ഇല്ലാത്ത തലയിൽ, ഞാൻ ഒന്നും പറയുന്നില്ല, അങ്ങനെ ഉള്ള ചിലരെ കൊണ്ടാണ് പാടിപ്പിക്കുന്നത്. അങ്ങനെ പാടി 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 ഇരിക്കുന്ന വിശ്വാസികൾ ഏതോ മായാലോകത്തിലേക്ക് പോവുകയാണ്. പ്രിയരെ, അവിടെ വചന ശുശ്രൂഷയുണ്ടോ? അതൊരു ശതമാനം മാത്രമേ ഉള്ളൂ. പാട്ടുപാടി ക്ഷീണിച്ചു കഴിക്കുന്ന അവസരത്തിലാണ് വചന ശുശ്രൂഷയുടെ പേരിൽ ഒരു കർത്തദാസൻ എഴുന്നേറ്റാൽ എന്തെങ്കിലും പറയും. അതാരും ശ്രദ്ധിക്കത്ത് പോലുമില്ല. എന്നിരുന്നാലും പ്രിയമുള്ളവരെ, പുരോഹിതന്മാർ ഉച്ചത്തിൽ എങ്ങനെ അവര് ഏകസ്വരത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ തേജസ് ആലയത്തിൽ നിറഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മളൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരേ ആത്മാവോടെ, ഒരേ ചിന്തയോടെ, ഉച്ചത്തിൽ. അതേ, ചിലരുണ്ട് പ്രാർത്ഥിക്കുന്ന ആരുമായിട്ട് കേൾക്കുകയില്ല. അവർ പറഞ്ഞ ഞാൻ ഡയറക്റ്റ് ദൈവമായിട്ട് ബന്ധമുണ്ടെന്നാ.
അങ്ങനെ ഉച്ചത്തിൽ ഏകസ്വരത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ തേജസ് അവിടെ ഇറങ്ങി വരും. ദൈവത്തിന്റെ മറുപടി നമുക്ക് ലഭിക്കും. പക്ഷേ നീ ഒരു 10 മിനിറ്റ് പ്രാർത്ഥിച്ച ശേഷം മാറിയിരിക്കാൻ പാടില്ല. പ്രാർത്ഥന അത് ലഗാത്താർ കണ്ടിന്യൂസ് ആയിരിക്കണം. പ്രാർത്ഥനയ്ക്ക് അതേ നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ പ്രിയമുള്ളവരെ ഹല്ലേലൂയ, ദൈവത്തിന്റെ തേജസ് നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിന്റെ വിടുതൽ നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന്റെ മറുപടി നമുക്ക് കാണുവാൻ കഴിയും. പ്രിയമുള്ളവരെ, ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്തുകൊണ്ട് കാണുന്നില്ല? എന്തുകൊണ്ട് രോഗികൾക്ക് വേണ്ടി കൈവച്ചാൽ പ്രാർത്ഥിച്ച മറുപടി ലഭിക്കുന്നില്ല? എന്തുകൊണ്ട് നമ്മൾ 20 വർഷമായി പ്രാർത്ഥിക്കുന്ന ആ വിഷയം കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കുന്നതിന് കാരണം എന്താണ്? നമ്മൾ നമ്മെ തന്നെ ശുദ്ധീകരിക്കുന്നില്ല. നമ്മൾ ചില ചിട്ടപ്പടി പ്രകാരമാണ് പോകുന്നത്. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ ചിട്ടപ്പടിക്കുന്നതിന് പ്രസക്തിയില്ല. ദൈവസന്നിധിയിൽ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? ദൈവത്തെ ദൂതന്മാർ ആരാധിച്ചതുപോലെ ഹല്ലേലൂയ, നമ്മൾ അത് തുടർച്ചയായിട്ട് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് കാണുന്നത്? ദൈവത്തിന്റെ തേജസ് അവിടെ ഇറങ്ങി വരും. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ മറുപടി നമുക്ക് ലഭിക്കും. ദൈവത്തിന്റെ ആ തേജസ് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഇവിടെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി കിട്ടുവാൻ, വിടുതൽ ലഭിക്കുവാൻ, നമ്മൾ ഏത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മറുപടി ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ഇടവിട ഇല്ലാതെ, ഒരു ഗ്യാപ്പ് ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് പ്രിയമുള്ളവരെ ആ വിഷയത്തിന് മറുപടി ലഭിക്കുന്നവരെ നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കണം. പ്രിയമുള്ളവരെ, ഒരു ഭാഗം കൂടി ഞാൻ വായിക്കട്ടെ. യെശയ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായം 2-3 വാക്യം കൂടെ നമുക്ക് ചേർന്ന് വായിക്കാം. സാറാപ്പുകൾ അവനെ ചുറ്റും നിന്ന് ഓരോരുത്തരും 6 ചിറകുണ്ടായിരുന്നു. 2 ചിറകുകൊണ്ട് അവർ മുഖം മൂടി, 2 ചിറകുകൊണ്ട് കാൽ മൂടി, 2 ചിറകുകൊണ്ട് പറന്ന് ഓരോരുത്തൻ സൈന്യങ്ങൾ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് അവർ ആരാധിച്ചു. ഹല്ലേലൂയ, അവർ ആർത്തു പറഞ്ഞു. പ്രിയമുള്ളവരെ, ആ ദൂതന്മാർക്ക് 6 ചിറകുണ്ടായിരുന്നു. 2 ചിറകുകൊണ്ട് അവർ മുഖം മൂടി, 2 ചിറകുകൊണ്ട് അവർ പാദങ്ങൾ മൂടി, 2 ചിറകുകൊണ്ട് അവിടെ പറന്ന് നിന്നുകൊണ്ട് അവർ ഒരു ശബ്ദമാണ് പുറപ്പെടുവിച്ചത്: യഹോവയായ ദൈവം പരിശുദ്ധൻ 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 എന്ന് മാത്രം ആർക്കുന്ന ഒരു ആരാധന പ്രിയമുള്ളവരെ സ്വർഗത്തിൽ അവിടെ കാണുകയാണ് യെശയ്യാവ് കാണുന്ന ദർശനമാണ്. ഹല്ലേലൂയ. ഇവിടെ നമുക്കറിയാം, ഒന്നാമത് നമ്മൾ കണ്ടതാണ് പുരോഹിതന്മാരുടെ പ്രാർത്ഥന, പുരോഹിതന്മാരുടെ ആരാധന. ഹല്ലേലൂയ. അതെങ്ങനെയായിരുന്നു? ഏക സ്വരത്തിലായിരുന്നു, അത് ഉച്ചത്തിലായിരുന്നു. ഹല്ലേലൂയ. ഏക സ്വരത്തിലും ഉച്ചത്തിലും വേണം പ്രിയമുള്ളവരെ. നിനക്ക് വിടുതൽ വേണമെങ്കിൽ നീ പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ. ഇവിടെ നമുക്കറിയാം രണ്ടാമത്തെ ആരാധന, ഇവിടെ ദൂതന്മാർ സാറാഫുകളുടെ ആരാധനയാണ്. അവരെങ്ങനെ അവർ ആരാധിച്ചേ? അവർ പറന്ന് നിന്നാണ് അവർ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. യഹോവയായ ദൈവം പരിശുദ്ധൻ 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 എന്ന് സ്വർഗത്തിലെ ഹല്ലേലൂയ ദൂതന്മാർ ആരാധിച്ചുകൊണ്ടിരിക്കുക. ഇതിനോട് ചേർന്നൊരു വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കാം. സങ്കീർത്തനങ്ങൾ 24-ാം അധ്യായം 24-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ കാണുന്നത്: The world and all that is in it belong to the Lord. അതായത് ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. പ്രിയമുള്ളവരെ, ഈ പ്രപഞ്ചത്തിന്റെ ബ്രഹ്മാണ്ടത്തിന്റെ കീഴിലുള്ള എല്ലാം ആരുടേതാ? അത് ദൈവത്തിൻ്റെതാണ്, യഹോവയുടേതാണ്, അത് കർത്താവിൻ്റെതാണ് എന്നാണ് വാക്യം നമ്മളെ കാണിക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, ഈ ഭൂമിയുടെ വചനത്തിൽ എഴുതിയിട്ടുണ്ട് എല്ലാം യഹോവയുടേതാണെന്ന്. എന്നാൽ പിശാച് പറഞ്ഞ് കേൾക്കണോ? പിശാച് പറയുന്നത് ഇതൊക്കെ എൻ്റേതാണെന്നാ പിശാച് പറയുന്നത്. ഈ ഇരിക്കുന്ന സഹോദരി, ഈ ഇരിക്കുന്ന സഹോദരൻ എൻ്റേതാണ്. ചിലരെ നോക്കി പിശാച് അവകാശം പറയുക. ഒരു ചെറിയ ഒരു ജോക്ക് ഞാൻ നിങ്ങളോട് പറയാം. ഹല്ലേലൂയ. ഇത് ചേർന്നല്ലെന്ന് പറഞ്ഞാലും ഒരു വീട്ടിലൊരു ഒരു ഒരു പട്ടിയെ വളർത്തുന്നുണ്ട്. എന്നാൽ ആ വീട്ടിലെ മാതാപിതാക്കൾ ഒരു മകനുണ്ടാവട്ടെ, ആ മകനെ എപ്പോഴും ഈ പട്ടിയുടെ പേരിലാണ് വിളിക്കുന്നത്. എന്നാൽ ഈ കിടക്കുന്ന പട്ടിയുണ്ടല്ലോ, ഈ പട്ടിയെ ആ വീട്ടുകാർ എപ്പോഴും ഉപദ്രവിക്കുകയും ചെയ്യും. എന്നാൽ അതിന് കൂട്ടായിട്ട് വേറൊരു പട്ടി അടുത്ത വീട്ടിലുണ്ട്. ആ പട്ടി ചോദിച്ചു, നീ ഇത്രയും അടിയും തൊഴിയും കൊണ്ട് എന്തിനാ ഇവിടെ കിടക്കുന്നത്? ഉടനെ ആ പട്ടി പറയാണ്, ഈ വീട്ടിലെ പട്ടി പറയാണ്, അത് എനിക്ക് വരാൻ മനസ്സൊക്കെ ഉണ്ട്, പക്ഷേ ഇവിടെയുള്ളൊരു മകൻ അത് എൻ്റേത് കൂടിയാ. അവരെപ്പോഴും വാ തുറന്നാൽ എൻ്റെ പേരിലാണ് അത് പറയുന്നത്, വിളിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു ചോദിച്ചാൽ, പലരെയും ചിലരുടെയും ഓണർഷിപ്പ് ആരെന്നറിയാമോ? സാത്താൻ്റെ കയ്യിലാണ്.
ചിലർ നമ്മൾ വാടകയ്ക്ക് താമസിക്കും, കിരായ്ക്ക് വാടകയ്ക്ക് താമസിക്കുമ്പം അതിൻ്റെ വീട്ടിൻ്റെ ഉടമസ്ഥൻ നമ്മളല്ല, വേറെ ആരാ എന്ന് പറഞ്ഞ പോലെ ഈ സാത്താൻ ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും പലരെയും പ്രിയമുള്ളവരെ തൻ്റെ നിയന്ത്രണത്തിൽ ആക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? നമുക്കൊന്ന് പരിശോധിക്കാം. എന്താണ് പരിശോധിക്കേണ്ടത്? സാത്താൻ നമ്മുടെ ഭവനത്തിൽ, വ്യക്തി ജീവിതത്തിൽ ഇട കൊടുക്കരുത്. അകറ്റേണ്ടതൊക്കെ അകറ്റണം. സാത്താൻ ഇട കൊടുക്കരുത്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, ഭവനത്തിൽ ഈ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്ന ആരെന്നറിയാമോ? മാതാപിതാക്കൾ തമ്മിൽ ചേരില്ല, കുട്ടികൾ തമ്മിൽ ചേരത്തില്ല. അതുപോലെ തന്നെ പലവിധ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ പലരുടെയും ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ പോലും കാണാൻ കഴിയും. അതുപോലെ തന്നെ ഒരാൾ പറയുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടത്തില്ല, തമ്മിൽ ചേരുകയില്ല. അതുപോലെ തന്നെ പ്രിയമുള്ളവര്, നമുക്കറിയാമോ, ഈയിടെ ഒരു ന്യൂസ് ഞാൻ കേട്ടു. ഭാര്യയും ഭർത്താവും കൊണ്ട് അവർ പുതിയ ഫോൺ വാങ്ങിച്ചു. പെട്ട പ്രശ്നമെല്ലാം ഫോണാ കാരണം. ഈ ഫോൺ വന്നതോടുകൂടി ഈ ലോകം ഏതാണ്ട് ഒരു നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നല്ലതാണെന്നാ പറയുന്നത്, നല്ലതാ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്, നല്ലതാ. പക്ഷെ അതിൻ്റെ ദുരുപയോഗമാണ് കൂടുതൽ. എന്താണ് സംഭവിച്ചെന്നറിയാമോ? ഫോണിനെ ചൊല്ലി ഭാര്യയും ഭർത്താവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കശപിശ. അവസാനം ഭാര്യയെ ഭർത്താവ് കൊന്നുവെന്നാ എനിക്ക് കിട്ടിയ അറിവ്. ഒരു മലയാളം വാർത്ത വന്നതാ. അതുകൊണ്ട് തീർന്നില്ല പ്രിയമുള്ളവരെ. ചെറുപ്പക്കാർ, കൊച്ചു പയ്യന്മാർ, ഇഷ്ടം പോലെ അവർക്ക് ആഡംബരത്തോട് ജീവിക്കണം, ഇഷ്ടമുള്ള ബൈക്ക് വാങ്ങിക്കണം. ഇന്നത്തെ ഫോണല്ല നാളെ ഉപയോഗിക്കുന്നത്. അപ്പനമ്മ ഇത് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങും. അവർ കൊടുത്തില്ല. എന്താണ് സംഭവിക്കുന്നത്? അവസാനം അവരെ കൊല്ലുന്ന രീതിയായി ഇന്ന് കാണാൻ കഴിയുന്നത്. വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന ലഹരിക്കടിമകൾ. ലഹരിയില്ലാത്ത ഒന്നുമില്ല. ഒരു തംസപ്പോ ഒരു പെപ്സിയോ കുടിച്ചാൽ അതിനകത്തുകൊണ്ട് ലഹരി. അത് ചിലർ മനസ്സിലാക്കുന്നില്ല. ഇപ്പം നല്ല ചൂടുള്ള സമയമല്ലേ, കോൾഡ് ഡ്രിങ്ക്സ് അത് കൊണ്ട് കുടിക്കുക, അതിനകത്ത് ലഹരിയാ. അത് കുടിക്കുന്തോറും വീണ്ടും കുടിക്കാൻ തോന്നുകയാ. സാത്താൻ്റെ ഒരു പരിപാടിയെ, സാത്താൻ്റെ ഓരോ രീതിയും കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, അങ്ങനെ ഹല്ലേലൂയ കുടുംബത്തിൽ അസമാധാനം കൊണ്ടുവന്ന് ദേശത്ത് സമാധാനമില്ലാത്ത വ്യക്തികളെ കാർന്നു തിന്നുന്ന ഈരാളി പോലെ ഹല്ലേലൂയ ഇങ്ങനെയുള്ള വിഷയങ്ങൾ സാത്താൻ കൊണ്ടുവന്നിരിക്കുക. സാത്താൻ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വഴിയിൽ, നമ്മുടെ യാത്രയിൽ ഇടം കൊടുക്കരുത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിന്റെ സാരാംശം എന്താണെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, നമ്മുടെ ഭവനം ദൈവത്തിന്റെ തേജസ്സാൽ നിറയട്ടെ. നമ്മുടെ ഭവനം ദൈവത്തിന് വേണ്ടി ഉള്ളതാണെന്ന് നമ്മൾ മാറ്റിവെക്കണം. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, അങ്ങനെ നമ്മൾ മുൻപോട്ട് കടന്നു വന്നാൽ എന്താണ്? ഹല്ലേലൂയ, സന്തോഷവും സമാധാനവും ഉണ്ടാകും. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പ്രശ്നങ്ങൾ ഇങ്ങനെ വലിയൊരു കൊട്ടയിൽ സാത്താൻ കൊണ്ടുവന്നാലും ഉണ്ടല്ലോ, അതവിടെ സാത്താൻ നമ്മളെ കാണുമ്പോൾ സാത്താൻ ഓടിപ്പോകും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? സ്വർഗത്തിലെ ആ ദൂതന്മാരുടെ ആരാധന അവിടെ യെശയ്യാവ് ദർശിക്കുകയാണ്. യെശയ്യാവ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ യെശയ്യാവിനൊരു കാര്യം മനസ്സിലായി. എന്തെന്നറിയാമോ? തൻ്റെ ഹോണ്ട് എന്ന് പറഞ്ഞാൽ തൻ്റെ ലിപ്സ്, തൻ്റെ അധരം അശുദ്ധി നിറഞ്ഞതാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. പ്രിയരെ, ആരാണെന്ന് മനസ്സിലാക്കണ യെശയ്യാവ് ഏറ്റവും വലിയ പ്രവാചകനാ, ഏറ്റവും വലിയ ബുക്ക് എഴുതിയ ആളാ. പക്ഷേ തൻ്റെ ആ ജീവിതത്തിലെ ചില കുറവുകൾ, ചില ബലഹീനതകൾ, ചില പ്രശ്നങ്ങൾ, ആർക്കും കാണാത്ത ചില വിഷയങ്ങൾ ഇങ്ങനെ യെശയ്യാവ് പോലും മറച്ചു വെച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഹല്ലേലൂയ സ്വർഗത്തിൽ ആരാധന കണ്ടപ്പോൾ തന്നെ തന്നെ ഒന്ന് പരിശോധിക്കാൻ ആർക്കിട വന്നു? യെശയ്യാവിന് വന്നു. യെശയ്യാവ് ഒന്ന് പരിശോധിക്കാൻ തുടങ്ങി. യെശയ്യാവ് തൻ്റെ ജീവിതവും തൻ്റെ ആരാധനയും തൻ്റെ പ്രാർത്ഥനയും ഒന്ന് കമ്പയർ ചെയ്തു സ്വർഗത്തിലെ ആരാധനയുമായിട്ട്. അപ്പോൾ താൻ പറഞ്ഞൊരു വാക്യം എന്തെന്നറിയാമോ? അയ്യോ, എനിക്ക് കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ തകർന്നു, എൻ്റെ എല്ലാ വിശ്വാസവും നഷ്ടപ്പെടുന്നു, എനിക്ക് എൻ്റെ ഇതുവരെ ഉണ്ടായിരുന്ന ആത്മീയ ആയിട്ടുള്ള യാത്ര തെറ്റാണ്, അതിൽ കുറവുണ്ട്, അതിൽ കുറ്റങ്ങളുണ്ട്, അതിൽ ബലഹീനതയുണ്ടെന്ന് യെശയ്യാവിന് ബോധ്യപ്പെട്ടു. അതുകൂടാതെ ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ള മനുഷ്യ ഇടയിൽ ഞാൻ വസിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, എന്നിട്ട് ഇങ്ങനെ പറയുന്നു, എൻ്റെ കണ്ണ് സൈന്യങ്ങൾ യഹോവേ, ഞാൻ ആ സൈന്യങ്ങൾ രാജാവിനെ ഞാൻ കണ്ടുവല്ലോ, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, മനുഷ്യൻ ദൈവം തമ്മിൽ വ്യത്യാസം എന്നറിയാവോ? മനുഷ്യൻ പാപിയ, അവൻ മണ്ണ, ജഡമാ.
ദൈവവും വ്യത്യാസം. ദൈവം പാപത്തിന്റെ വഴിയെ പോകുന്ന അല്ല. അങ്ങനെ ഹല്ലേലൂയ അവിടെ താൻ വിലപിക്കാൻ, താൻ കരയാൻ തുടങ്ങി. ഇന്നലെ വരെ നല്ല ഭക്തിയായിരുന്നു, ഇന്നലെ വരെയും വലിയ വിശ്വാസമായിരുന്നു, ഇന്നലെ വരെയും നല്ല വലിയ പ്രവചനം നടത്തുന്ന ഹല്ലേലൂയ ഈ യെശയ്യാവ് അതെ കരയാനും നിലവിളിക്കാനും തുടങ്ങി. കർത്താവേ, ഞാൻ പാപിയാണ്, കർത്താവേ എന്നിൽ കുറ്റമുണ്ട്, കർത്താവേ എൻ്റെ പ്രവർത്തനത്തിൽ വളരെയധികം അതേ ദോഷങ്ങളുണ്ടെന്ന് താൻ പറഞ്ഞ് വിലപിക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. 1 രാജാവിന്റെ പുസ്തകം 22 19 വാക്യം വായിക്കാം. അവിടെ പ്രവാചകനാകുന്ന മീഖായ ദൈവത്തിന്റെ സിംഹാസനത്തെ കണ്ടു. യെശയ്യാവ് മാത്രമല്ല, വേറെയും പലരും കണ്ടു ഈ സിംഹാസനം. അതുപോലെ തന്നെ ഇയ്യോബിന്റെ പുസ്തകം 26 വാക്യത്തിൽ ഇയ്യോബ് ദൈവത്തിന്റെ സിംഹാസനം കണ്ടു. പ്രിയമുള്ളവരെ, സങ്കീർത്തനം 9:4 ദാവീദ് സിംഹാസനം കണ്ടു ദൈവത്തിന്റെ. അതുപോലെ തന്നെ സങ്കീർത്തനം 45:6 ഹല്ലേലൂയ അതെ കോരഹിന്റെ പുത്രന്മാർ ദൈവത്തിന്റെ സിംഹാസനം കണ്ടു. പ്രിയമുള്ളവരെ, സങ്കീർത്തനം 89:14 ഏഥാൻ ദൈവത്തിന്റെ സിംഹാസനം കണ്ടതായിട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിലാപങ്ങൾ 5:19 വായിക്കുമ്പോൾ യിരെമ്യാവ് ദൈവത്തിന്റെ സിംഹാസനം കണ്ടു. പ്രിയമുള്ളവരെ, തീർന്നില്ല. എസെക്കിയേലിന്റെ പുസ്തകം 1:26 എസെക്കിയേൽ ദൈവത്തിന്റെ സിംഹാസനം കണ്ടു. തീർന്നില്ല. ദാനിയേൽ 7:9 ദാനിയേൽ ദൈവത്തിന്റെ സിംഹാസനം കണ്ടു. പ്രിയമുള്ളവരെ, വെളിപ്പാട് പുസ്തകം അതിന്റെ 4-ാം അധ്യായം 1 മുതൽ 11 വരെ വായിക്കുമ്പോൾ അപ്പോസ്തലനാകുന്ന യോഹന്നാൻ പത്മോസിന്റെ അവസ്ഥയിൽ ദൈവത്തെ കാണുവാൻ, ദൈവത്തെ ദർശിക്കുവാൻ, ദൈവത്തിന്റെ മുഖം കാണുവാൻ അപ്പോസ്തലനായ യോഹന്നാന് ഭാഗ്യം ലഭിച്ചു. അവന്റെ കണ്ണുകൾ അഗ്നിജ്വാല പോലെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ, അവന്റെ കാലുകൾ വെള്ളോട്ടിൽ സദൃശം പോലെ, അവന്റെ മാറത്ത് പൊൻകച്ച കെട്ടിയിരിക്കുന്നു, അവന്റെ മുഖം സൂര്യ തേജസ് പോലെ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതാണ് ദൈവം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അങ്ങനെ ദൈവത്തെ കാണുവാൻ കണ്ടവർ വേറെയും പലരുമുണ്ട്. ഹല്ലേലൂയ. ഇവിടെ നമ്മളുള്ള കാര്യം മനസ്സിലാക്കേണ്ടത്, ഹല്ലേലൂയ, ബൈബിൾ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ബൈബിൾ പഠിപ്പിക്കുന്ന ഇതാണ് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. വീണുപോയ ഒരു മനുഷ്യനും, തെറ്റിപ്പോയ ഒരു മനുഷ്യനും, തകർന്നു പോയ ഒരു മനുഷ്യനും, പിശാചിന്റെ വലയിൽ പോകുന്ന ഒരു മനുഷ്യനും ദൈവത്തിന്റെ സിംഹാസനത്തിരിക്കാൻ അവന് യോഗ്യതയില്ല, അവന് അധികാരമില്ല. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ കർത്താവായ ദൈവം മാത്രം സിംഹാസനത്തിൽ ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ യെശയ്യാവ് കാണുന്ന ആരാധനയിൽ അതിന്റെ 6-ാം വാക്യത്തിൽ ഹല്ലേലൂയ ദൂതന്മാർക്ക് ചിറകുണ്ടെന്ന് നമ്മൾ കണ്ടു. ഹല്ലേലൂയ. ഇവിടെ 2 ചിറകുകൊണ്ട് മുഖം മൂടുന്നു എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ കർത്താവിനെ, പ്രിയമുള്ളവരെ, മുഖം നമുക്ക് നേരിട്ട് കാണും. അതാണ് അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നു. എവിടെ? സങ്കീർത്തനം 91:1 എഴുതിയിരിക്കുന്നു, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും. അത്യുന്നതനെ നേരിട്ട് നോക്കുവാൻ കഴിയില്ല. ഹല്ലേലൂയ. അവർ മുഖം മൂടി ദൈവത്തെ നേരിട്ട് കാണുവാൻ കഴിയില്ല. ഹല്ലേലൂയ. അത് നമ്മുടെ താഴ്മയെ കുറിക്കുക. അതാണ് ഏറ്റവും പ്രശ്നം. ഞാൻ ആരാ? നമ്മൾ തന്നെ അങ്ങ് ചോദിക്കും, ഞാൻ ആരാ? ഞാൻ അത്രയൊന്നും താണ ആളൊന്നുമല്ല, എൻ്റെ കഴിവുകൾ എത്ര ഭയങ്കര അപാരമാണെന്ന് നമ്മൾ സ്വയം ചിന്തിച്ചു പോവുക. ഈഗോ. ഹല്ലേലൂയ. ഇവിടെ 2 ചിറകുകൊണ്ട് കാലും മൂടി. കാലല്ലേ ഏറ്റവും താഴ്ന്ന ഭാഗം, മുഖം പോലല്ലോ. ആ കാലുകൾ പോലും, പാദം പോലും മൂടി. ഹല്ലേലൂയ. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, കർത്താവിന്റെ ദൃഷ്ടിയിൽ ഹല്ലേലൂയ നമ്മൾ ഒരു കുറവുള്ളവരായി മാറാൻ പാടില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, യാഗം കഴിക്കുന്നതിന് മുമ്പ് നമ്മെ തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. കർത്താവെ, ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവെ, നിന്റെ സന്നിധിയിലേക്ക് ഞാൻ വരിക. ഇന്ന് പകലന്തിയോളം എന്നിൽ വന്ന വിചാരങ്ങൾ, എന്നിൽ വന്ന ഇടപാടുകൾ, എന്നിലെ സംസാരങ്ങൾ ഒക്കെ നമ്മൾക്കൊന്ന് പരിശോധിക്കാം. കുറവെന്ന് തോന്നിയാൽ യാഗവസ്തു അവിടെ വെച്ചിട്ട് നീ ആരാ? അത് നിരപ്പ് പ്രാപിക്കണം. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 20-ാം വാക്യം നമ്മൾ വായിക്കാം. പുറപ്പാട് 33:20 നിനക്കെന്റെ മുഖം കാണുവാൻ കഴിയയില്ല, ഒരു മനുഷ്യനും എന്നെ കൊണ്ട് ഹല്ലേലൂയ ജീവനോട് ഇരിക്കയില്ല. എന്നെ കാണുന്നവൻ ജീവനോട് ഇരിക്കലും ദൈവം പറയുക. നമ്മൾ മുമ്പ് വായിച്ച സിംഹാസനത്തെ കണ്ടുള്ളൂ, സിംഹാസനത്തെ കണ്ടത്. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞ ദൈവത്തെ കാണുന്നവൻ ജീവനോട് ഇരിക്കയില്ല. ഹല്ലേലൂയ. സാരാപ്പുകൾ പോലും, ദൂതന്മാർ പോലും മുഖം മൂടിയാണ് ദൈവത്തെ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ നമുക്കൊരു കാര്യം കാണാൻ കഴിയുന്നത്, യെശയ്യാവ് എന്താ പറഞ്ഞത്? അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു. ഇതിന് 2 കാരണം പ്രിയമുള്ളവരെ.
നമുക്കിവിടെ കാണാൻ കഴിയും. 2 കാരണമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, സാറാഫുകളുടെ ആരാധനയും ശബ്ദവും. സാറാഫുകൾ ആരാധിച്ചു. ഹല്ലേലൂയ. രണ്ടാമത്തെ പോയിന്റ്, കർത്താവായ ദൈവത്തിന്റെ ദർശനം, ദൈവത്തെ കാണാനുള്ളൊരു മഹാഭാഗ്യം ആർക്ക് ലഭിക്കുക? യെശയ്യാവിന് ലഭിക്കുക. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എന്തൊക്കെയാണ് കാരണം? ഒന്ന്, ഹല്ലേലൂയ, അവന്റെ എളിമ. ദൂതന്മാരുടെ എളിമ, ദൂതന്മാരുടെ അനുസരണം, അതുപോലെ ദൂതന്മാരുടെ ഇടപെടാതെയുള്ള പ്രാർത്ഥന, അനുസരണ, താഴ്മ. ഹല്ലേലൂയ. പ്രിയമുള്ളവർ, ഇതൊക്കെ നമ്മൾ കാണണം. അങ്ങനെ യെശയ്യാവിന് അത് കാണാനുള്ള ഒരു മഹാഭാഗ്യം ദൈവം നേരിട്ട് കൊടുക്കുക. ഹല്ലേലൂയ. ആ ദൂതന്മാരുടെ ആ അനുസരണവും സിംപ്ലിസിറ്റിയും ഹ്യൂമിലിറ്റിയും എല്ലാം കണ്ടു കഴിഞ്ഞപ്പം ഹല്ലേലൂയ, എന്ത്, യെശയ്യാവ് ആരാധനയെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. യെശയ്യാവ് തന്നെത്താനൊന്ന് പരിശോധിച്ചു, ഞാൻ എങ്ങനെയാ? ഹല്ലേലൂയ. ഇവിടെ ദൂതന്മാരിൽ നിന്ന് വ്യത്യസ്തനാണെന്ന് തനിക്ക് ബോധ്യപ്പെട്ടു. തനിക്ക് വിഷയങ്ങളെ മനസ്സിലായി. താൻ ഓരോല കണ്ണുകൾ നിറയാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. ഓ എൻ്റെ ദൈവമേ, ഞാൻ ഇതുവരെ പോയ യാത്ര, ഇതുവരെ പോയ എൻ്റെ ആരാധന, എൻ്റെ പ്രാർത്ഥന എല്ലാം പെശകായിരുന്നല്ലേ. ഞാൻ കളയേണ്ടത് കളഞ്ഞ്, കളയാതെ വിടേണ്ടത് വിടാതെ എന്തും കൊണ്ട് നടക്കുകയായിരുന്നല്ലേ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അങ്ങനെ ആ ഓരോന്നും ആലോചിച്ച് ആ യെശയ്യാവ് കരയാൻ തുടങ്ങി. ഹല്ലേലൂയ. താൻ ഒരു പാപിയാണെന്ന് ബോധ്യപ്പെട്ടു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ആരാധനയെല്ലാം പ്രിയമുള്ളവരെ, ഇന്ന് നമുക്കറിയാം, എല്ലാം മാനുഷികമായി ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുക, ടൈം ടേബിൾ ആയിട്ട് സിസ്റ്റമാറ്റിക് പ്രാർത്ഥനയാണ്. 10 മുതൽ 10:15 വരെ പ്രാർത്ഥന, 10:15 മുതൽ 12 വരെ ആഹാരത്തിനുള്ള സമയമാണ്. ആഹാരത്തിന് സമയം കൂടുതൽ കൊടുക്കും, കാരണം കൂടുതൽ കഴിക്കണമല്ലോ. പ്രാർത്ഥനയ്ക്ക് സമയം കുറവ്. ഹല്ലേലൂയ. ദൈവം പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മളെ കർത്താവ് ബോധ്യപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. തന്റെ ആരാധനയിൽ കുറവുള്ളതായിട്ട് ഇവിടെ യെശയ്യാവിന് ബോധ്യപ്പെടുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനകൾ എങ്ങനെ, നമ്മുടെ ആരാധന എങ്ങനെ, ഹല്ലേലൂയ, നമ്മുടെ കർത്താവിനുള്ള ബന്ധം എങ്ങനെ? ഹല്ലേലൂയ. നമുക്ക് ആരോടാണ് കൂടുതൽ സ്നേഹം? ദൈവത്തോടോ ലോകത്തോടോ മനുഷ്യനോടോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കുറവുകൾ നമുക്കൊന്ന് കണ്ടുപിടിക്കണ്ടേ? ചിലരുടെ കുറവുകൾ ലാബറട്ടറിയിൽ പോയാലും ടെസ്റ്റ് ചെയ്താലും കണ്ടുപിടിക്കാൻ കഴിയാത്ത കുറവുകളുണ്ട്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ കുറവുകളെ നമുക്കൊന്ന് പരിശോധിക്കാം. ആ കുറവുകളായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാത്തതിന്റെ കാരണം. ഒരു കർത്തൃദാസൻ 40 ദിവസം ഉപവാസത്തിലാണ്. അദ്ദേഹത്തിന് ആത്മാവില്ല, ദർശനമില്ല, പരിശുദ്ധാത്മാഭിഷേകമില്ല. വേറൊരു കർത്തൃദാസൻ സീനിയറാ, അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ ഒരു എരുമയെ ഇങ്ങനെ ദർശനത്തിൽ കാണുക. അപ്പം പറഞ്ഞു, സഹോദരാ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു എരുമയെ കാണുന്നു, എന്താ കാരണം? ഉടനെ ആ കർത്തൃദാസൻ പറഞ്ഞു, പാസ്റ്ററെ, 22 വർഷം മുമ്പ് ഞാൻ എൻ്റെ പടോസി, എൻ്റെ നെയ്ബർ, അയൽവക്കക്കാരൻ്റെ എരുമയെ ഞാൻ തല്ലിക്കൊന്നതാ, അടിച്ചു കൊന്നതാ. ആ എരുമ ഇപ്പോഴും ഇയാളെ പുറകെ വരുന്നെന്ന്. നാം അറിയാതെയും ചെയ്യുന്ന പാപങ്ങൾ, നാം അറിയാൻ ചെയ്യുന്ന കുറവശങ്ങൾ, പ്രിയമുള്ളവരെ, നാം അറിയുന്നില്ല, നമ്മുടെ പുറകെ വന്നുകൊണ്ടിരിക്കുക. അവയെല്ലാം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സം നിൽക്കുന്നതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത്? ഹല്ലേലൂയ. നമുക്കൊരു സമർപ്പണം വേണ്ടേ? ഞാൻ ടൈറ്റിൽ കൊടുത്തതാ, നമുക്കൊരു ആരാധനയിൽ ഏറ്റവും ഉയർന്നു വരേണ്ടത് നമ്മെ തന്നെ നമുക്ക് സറണ്ടർ ചെയ്യാം, നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കാം. കർത്താവെ, കുശവന്റെ കയ്യിലെ പാത്രം പോലെ, ഹല്ലേലൂയ, നീ എന്നെ ഒന്ന് പണിയണം, എന്നെ നീ രൂപപ്പെടുത്തണം, നീ എന്നിൽ കുറവശങ്ങളെ വെളിപ്പെടുത്തണം. നമുക്ക് കർത്താവിനോട് പറയാം. ഹല്ലേലൂയ. ദൈവം നമ്മുടെ താഴ്മയാണ് പ്രിയമുള്ളവരെ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഈഗോ അല്ല. ദൈവം നമ്മുടെ താഴ്മ, നമ്മുടെ ഉള്ള അസലിയത്ത്, നമ്മുടെ ഉള്ള അവസ്ഥയാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഹല്ലേലൂയ. നാം ഒന്നുമില്ല, ഏതുമില്ല, നമുക്ക് കർത്താവിനോടൊന്ന് പറയാം. കർത്താവേ, നീ എന്നെ പണിയണം. കർത്താവേ, എൻ്റെ ഉള്ള അവസ്ഥ നീ എന്ന് അറിയണം. കർത്താവേ, ഞാൻ ഒന്നുമല്ല, ഞാൻ ഏതുമല്ല എന്ന് നമുക്കൊന്ന് പറയാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ വേറൊരു ഭാഗം പറയുന്നു. എന്താണെന്നറിയാമോ? യേശുവിനെ കണ്ട ശീമോൻ പത്രോസ് യേശുവിന്റെ കാൽക്കൽ വീണു പറഞ്ഞു, കർത്താവേ, ഞാൻ പാപിയാണ്, എന്നെ നീ വിട്ടുപോകണമേ. ആരായി ഇത്? യെശയ്യാവിനെ പോലെ പുതിയ നിയമത്തിൽ ഏറ്റവും സൂപ്പറാണ്, സീനിയറാണ്, അപ്പോസ്തലനാണ് പത്രോസ്. ആ പത്രോസ് ഒരിക്കൽ യേശുവിന്റെ മുന്നിൽ വന്നു.
യേശുവിനെ കണ്ട മാത്രയിൽ പത്രോസ് പറയാണ്, ഹല്ലേലൂയ, ഞാൻ പാപിയാണ്, എന്നെ വിട്ടു പോകണമേ. ആ പത്രോസിന് പോലും പാപിയാണെന്നുള്ള ബോധം വരണമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് വന്നുകൂടാ? നമ്മളൊക്കെ വലിയ മാന്യന്മാരാ. ഇന്ന് സഭയിലൊക്കെ ചെല്ലുമ്പോൾ സഭയിലെ ഈ ട്രഷറർ പോസ്റ്റ് ഉണ്ടല്ലോ, ഖജാൻജി, അത് കൊടുക്കുന്ന ജഡീകന്മാർക്കാണ് കൊടുക്കുന്നത്. അത് പകുതി മാനസാന്തരപ്പെട്ടവർക്കുള്ള ഒരു പോസ്റ്റാണ് ഈ ട്രഷററിൻ്റെ പോസ്റ്റ്. ഏത് സഭയിൽ നോക്കിയാലും അങ്ങനെ കാണാൻ കഴിയും. അവർ പാസ്റ്റർമാരല്ല, അവർ ജഡീകന്മാരാ. അവരുടെ അറിയപ്പെടുന്ന അവരുടെ പേരിൻ്റെ കൂടെ ബ്രാ എന്ന് പറഞ്ഞാൽ ബ്രോ എന്ന് പറഞ്ഞാൽ ബ്രദർ എന്നുള്ള പേര് ചേർത്തിട്ടുണ്ട്. അത്ര ബ്രദറിന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ പകുതിയെ ഗുണപ്പെട്ടിട്ടുള്ളൂ. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, നമുക്ക് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? താഴ്മയാണ് ആഗ്രഹിക്കുന്നത്. ഒന്നോ കർത്താവ് പോലും കാല് കഴുകിയത് എന്തിനാ? കർത്താവിന്റെ സ്വഭാവം ധരിക്കാൻ പറഞ്ഞ എന്തിനാ? ഹല്ലേലൂയ. ആ കർത്താവിന്റെ താഴ്മ നമ്മുടെ ജീവിതത്തിലുണ്ടോ? കർത്താവ് കാല് കഴിയപ്പം ശിഷ്യന്മാർ പറഞ്ഞു, ഗുരുവേ, നീ വലിയ ഗുരുവല്ലേ, നീ ഞങ്ങളുടെ കാലെന്തിനാ കഴിയുമെന്ന് ചോദിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഇത് നിങ്ങൾ സമ്മതിക്കുക, ഞാൻ നിങ്ങൾക്കൊരു മാതൃക കാണിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് പോലും താഴ്മ അവിടെ കാണിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ പിശാച്, ഹല്ലേലൂയ, നമുക്കറിയാം, യെശയ്യാവ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ ദർശനം കണ്ടപ്പോൾ തന്റെ അവസ്ഥകൾക്കൊരു മാറ്റം വരികയാ, തന്റെ ജീവിതത്തിൽ ഒരു രൂപാന്തരം വരികയാ, തന്റെ ജീവിതത്തിന് ഒരു ഒരു പരിവർത്തനം ഉണ്ടാകുകയാണ്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, നമ്മുടെ കല്ലായ ഹൃദയം ദൈവം കാണുന്നില്ലേ? ഹല്ലേലൂയ, ബ്രോക്കൺ ഹാർട്ട്. എത്ര കേട്ടാലും പശ്ചാത്താപം. ഇപ്പോഴത്തെ ഈ ആര് കൊലപാതകം ചെയ്താലും നോക്കിക്കോണേ, അവർക്ക് പശ്ചാത്താപമില്ല, തെറ്റേറ്റു പറയയില്ല, അവർക്കൊരു മുഖത്തൊരു ദുഃഖമില്ല. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്നറിയാമോ? പശ്ചാത്താപം, ദുഃഖം, നാം ചെയ്ത പാപങ്ങൾ, ഹല്ലേലൂയ, ഓരോന്നോരോന്നായി ഓർക്കുമ്പോൾ യെശയ്യാവിനെ പോലെ പ്രിയമുള്ളവരെ, ഹൃദയ നുറുക്കത്തോടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് നമുക്ക് പോകാം. ഹൃദയ നുറുക്ക ദൈവം ആഗ്രഹിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. ഹല്ലേലൂയ, നാം ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, നാം ഇവിടെ കേട്ട പത്രോസ്, നാം കേട്ട ദാനിയേൽ, നാം കേട്ട ദാവീദ്, നാം കേട്ട ഇയ്യോബ്, യെഹെസ്കേൽ, ഹല്ലേലൂയ, ഇവരൊക്കെ ആരായിരുന്നു? പ്രിയമുള്ളവരെ, വളരെ ശ്രേഷ്ഠരായിരുന്നു. ജഡത്തിന്റെ പ്രവൃത്തികൾ ഗലാത്യ ലേഖനം 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, ആഭിചാരം, പക, പിണക്കം, ക്രോധം, ശാഠ്യം, തോന്നുന്ന പക്ഷ, അസൂയ, പരിക്കൂത്ത, മദ്യപാനം. ഹല്ലേലൂയ, ഇതൊക്കെ ആ ജഡത്തിന്റെ പ്രവർത്തികൾ. ഇത് ഹല്ലേലൂയ, കൊച്ചുകുട്ടികൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന പട്ടിക പോലെ, ടേബിൾ പോലെ ഇത് എഴുതിയിട്ട് നിങ്ങൾ നോക്ക്, ഇതിലേതിലാ നിങ്ങൾ പെട്ടിരിക്കും, നമുക്ക് അറിയാൻ കഴിയും. ഹല്ലേലൂയ, ഇതൊക്കെയാ പാപം. ചില പറയില്ല, ഓ ഞാൻ പാപിയല്ലെന്ന് പറയും. പക്ഷെ പാപത്തിൻ്റെ നമ്മൾ ഒരാളോട് ഒന്നും ദേഷ്യപ്പെട്ടാൽ അത് പാപമാണ്. ഹല്ലേലൂയ. കൂടുതൽ പാപം ചെയ്യുന്ന എല്ലാ ക്രിസ്തീയ സഭയ്ക്കുള്ളിലാ. ഹല്ലേലൂയ, അറിഞ്ഞും അറിയാതും ചെയ്യുന്ന പാപങ്ങൾ. ഹല്ലേലൂയ, പ്രിയമുള്ളവരെ, അതുകൊണ്ട് എന്താണ് ചെയ്യണം? നമ്മുടെ അധരം, നമ്മുടെ വാക്കുകൾ, ഹല്ലേലൂയ, 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 അതിനകത്ത് ഈഗോ, ഞാൻ എന്ന ഭാവമുണ്ടോ? അഹങ്കാരമുണ്ടോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലരാണ് ചില പേരിന്റെ കൂടെ ഇഷ്ടംപോലെ അക്ഷരങ്ങൾ കൊണ്ട് കയറ്റി. റെവറൻറ്റിന്റെ കൂടെ വേറെ ഒത്തിരി ഉണ്ട്, 26 അക്ഷരവും അവർ മൊത്തം അതൊക്കെ അവരുടെ പേരുകൾ വെളിപ്പെടുത്താനുള്ള മാർഗങ്ങളാ. പിന്നെ ഡോക്ടർ, അതുകൂടെ കേട്ട് കഴിയുമ്പോൾ ഒന്നും പറയണ്ട. ഹല്ലേലൂയ, പ്രിയമുള്ളവരെ, അതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ നാവിനെ നമുക്ക് നിയന്ത്രിക്കാം. 10 വാക്ക് പറയേണ്ടടുത്ത് 1 വാക്ക് കൊണ്ട് നിർത്താം. ഹല്ലേലൂയ. ഒരിക്കലേ എൻ്റെ ഒരു സഹോദരനോ സഹോദരിയാന്ന് തോന്നും, എന്നെ കുറ്റപ്പെടുത്തി ഏതാണ്ടൊക്കെ എനിക്ക് ഇട്ടു തന്നു. ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ പ്രതികരിക്കാൻ ഒരു മറുപടി മെസ്സേജ് ഇട്ടു കഴിച്ച് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു, വേണ്ട, ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ എന്താണെന്നറിയാമോ? അത് ഡിലീറ്റ് ചെയ്തു. അത് ഭൂമി ആരും കണ്ടിട്ടില്ല. പ്രിയമുള്ളവർ, നമുക്ക് നമ്മെ തന്നെ ഒന്ന് ക്രമീകരിക്കാം പ്രിയമുള്ളവരെ. അതുപോലെ തന്നെ മറ്റുള്ളവരെ വഞ്ചിക്കാതിരിക്കാം. അതുപോലെ തന്നെ ഹല്ലേലൂയ, നമ്മുടെ സ്വഭാവത്തിനൊരു മാറ്റം വരുത്താം. പ്രിയമുള്ളവരെ, അനുസരണം, ചിലപ്പം അനുസരണമില്ലായ്മ അക്രമാസക്തമാകും, അക്രമത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അതുപോലെ തന്നെ നമ്മുടെ വാക്കായിരിക്കും മറ്റുള്ള മരണത്തിന് കാരണമാകുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്താണ് പ്രിയമുള്ളവരെ? നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം, നമ്മെ തന്നെ നമുക്കൊന്ന് ചിന്തിക്കാം. കർത്താവേ, എൻ്റെ വാക്കിലോ പ്രവൃത്തിയിലോ തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടോ? കർത്താവേ, ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ അവിടെ വസ്തു വെക്ക്, നീ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുക. ഹല്ലേലൂയ. അപ്പോൾ ഇയ്യോബ് എന്താ പറയുന്നറിയാമോ?
യെശയ്യാവ് ഇങ്ങനെ പറയാണ്, എൻ്റെ അധരങ്ങൾ അശുദ്ധമാണ്, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത ഹല്ലേലൂയ അത് അധരങ്ങളുള്ള ജനത്തിന് മീതെ വസിക്കുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ യെശയ്യാവ് പറയുന്ന കാര്യങ്ങൾ ഹല്ലേലൂയ, ഇവിടെ നമുക്കറിയാം ദൈവത്തിന്റെ ഇവിടെ ശരിയായ ദൈവത്തെ ദൈവം ആഗ്രഹിക്കുന്ന പോലെ വന്നപ്പോൾ ഹല്ലേലൂയ അവൻ പാപിയാണെന്ന് വെളിപ്പെട്ടു. നമ്മൾ പ്രാർത്ഥിക്കും, നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവം നിന്നെ എന്തെങ്കിലും ബോധ്യപ്പെടുത്തിയാൽ നീ എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തോട് ഏറ്റു പറയണം, കർത്താവേ എന്നിലെ കുറവശം നീ ക്ഷമിക്കണം. കർത്താവേ, എൻ്റെ വാക്കിൽ, എൻ്റെ നോട്ടത്തിൽ, എൻ്റെ ചെയ്വനയിൽ, എൻ്റെ ബിഹേവിയറിൽ, എൻ്റെ ആറ്റിറ്റ്യൂഡിൽ കർത്താവേ കുറ്റങ്ങളുണ്ട്, നീ എന്നോട് ക്ഷമിക്കണം. കർത്താവ് നിന്നെ പുതുക്കി പണിയും. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, കുറവുകൾ ഏറ്റു പറഞ്ഞപ്പോൾ യെശയ്യാവ് എന്താണ് ചെയ്തെന്നറിയാമോ? ഒരു ദൂതൻ യാഗപീഠത്തിൽ നിന്നോ ഒരു തീക്കനൽ കൊണ്ടുവന്ന് ഹല്ലേലൂയ തൻ്റെ അധരത്തിൽ തൊട്ടു. ദൈവം ആഗ്രഹിക്കുന്ന പോലെ യെശയ്യാവ് വന്നു, ഒരു തീക്കനൽ തൊട്ട് അവരുടെ നാവിൽ കൊണ്ടുവന്ന് തൊട്ടു. അപ്പോൾ എന്ത് സംഭവിച്ചു? ഹല്ലേലൂയ. അവരുടെ പറയാണ്, ദൈവം പറയാണ്, നിന്റെ അകൃത്യങ്ങൾ നീങ്ങിപ്പോയി, നീ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ള, നമുക്കറിയാം ഹല്ലേലൂയ, ചൂടൊരു കനം നമ്മുടെ വായിൽ വെച്ചാൽ വേദന ഉണ്ടാകും, പൊള്ളുവല്ലേ, വേദന ഉണ്ടാകും. എന്നാൽ ഇവിടെ ഈ യെശയ്യാവിനെ സംബന്ധിച്ചിടത്തോളം ആ വേദനയല്ല യെശയ്യാവിന് ഉണ്ടായത്. എന്താണ്? ഹല്ലേലൂയ, ദൈവം അവിടെ ഹല്ലേലൂയ തന്റെ വേദനയേക്കാൾ താൻ തെറ്റുകാരനാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അതാണ് തനിക്ക് കൂടുതൽ വേദന ഉണ്ടാക്കിയത്. ഹല്ലേലൂയ. തന്റെ വാവൊള്ളിയൊന്നും പ്രശ്നമല്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ തൊട്ടാലുള്ള വേദനയല്ല, മറിച്ച് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, നിനക്ക് വിടുതലാണ് ഇവിടെ പ്രശ്നം. നീ വിടുതൽ പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നു, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ വരാൻ നീ ആഗ്രഹിക്കുന്നു. നീ ഒരു തീരുമാനമെടുക്ക്. യു ഹാവ് ടു ടേക്ക് എ ഡിസിഷൻ ടുഡേ നൗ. ഇപ്പോൾ തന്നെ നീ ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുക്കുക. കർത്താവേ, ഇന്നലെ വരെ ഉണ്ടായിരുന്ന എൻ്റെ ചെയ്വനകൾ, എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ യാത്ര ഹല്ലേലൂയ തെറ്റുണ്ട് കർത്താവേ. ഞാൻ ഇനിയും നാളെ മുതൽ, അങ്ങനെ ഇന്നത്തെ വിട്ടേര്, നാളെ രാവിലെ മുതൽ ഞാൻ നിനക്ക് വേണ്ടി ഒരു പുതിയ മനുഷ്യനായി മാറാം. ദൈവത്തോട് യെശയ്യാവ് ഏറ്റു പറഞ്ഞു. ഹല്ലേലൂയ. എന്ത് സംഭവിച്ചു? ദൈവം യെശയ്യാവിനെ ഹല്ലേലൂയ ഒരു തീക്കനൽ കൊണ്ട് ശുദ്ധീകരിക്കാൻ തീരുമാനിക്കുക. ഹല്ലേലൂയ. നിന്റെ മരിച്ച അവസ്ഥയിൽ ഹല്ലേലൂയ നമുക്ക് നമ്മുടെ അധരങ്ങളിൽ ഒരു തീ കത്തിക്കുവാൻ, നിന്റെ ഇന്നത്തെ മരിച്ച അവസ്ഥയിൽ നിന്ന് നിനക്ക് വിടുതൽ പ്രാപിക്കുവാൻ ഒരു തീക്കനൽ കൊണ്ട് നിന്നെ ശുദ്ധീകരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവ് തയ്യാറാണ്. നീ ഏറ്റുപറ, നീ കുറവശങ്ങൾ ഏറ്റുപറ. ഹല്ലേലൂയ, പ്രൈസ്. ഇന്നത്തെ അവസ്ഥയ്ക്ക് ഹല്ലേലൂയ കർത്താവ് ഒരു വിടുതൽ നൽകാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ യെശയ്യാവിന് കൂടുതൽ ഹല്ലേലൂയ നമുക്കറിയാം, ഇവിടെ തീയുടെ വേദനയല്ല ഉണ്ടായത്, തൻ്റെ പാപത്തിന്റെ വേദന, പശ്ചാത്താപം, വിലാപം, കരച്ചിൽ, ദുഃഖം. തൻ്റെ ജീവിതം ഇങ്ങനെ ആയല്ലോ എന്നോർത്ത് യെശയ്യാവ് ദുഃഖിക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ യെശയ്യാവ് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നു. ദൈവാവസാനം ഒരു ശബ്ദം പുറപ്പെടുവിക്കുകയാണ്. എന്താണ് ആ ശബ്ദം? ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും? അപ്പോൾ ഞാൻ പറഞ്ഞു, ഹല്ലേലൂയ, എന്നെ അയക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്ന യോന എന്തെല്ലാം തന്ത്രങ്ങൾ ആവിഷ്കരിച്ചില്ലേ? ദൈവം പറഞ്ഞതിന് വിപരീതമായി പോയി. ദൈവം വെറുതെ വിടുമോ? കപ്പൽ പിടിച്ച് കുലുക്കി അവിടുന്ന് ഇറക്കി വിട്ടു. അപ്പോൾ യോന ചിന്തിച്ചു, രക്ഷപ്പെട്ടല്ലോ. അല്ല, നിന്നെ തകർക്കാനല്ല. അവിടെ ഒരു മീനെ കൊണ്ട് ദൈവം തയ്യാറാക്കി നിർത്തി. ആ മീൻ 3 ദിവസത്തെ യാത്ര, 3 രാവും പകലും. എന്ത് സംഭവിച്ചു? ആ മീൻ ഉറക്കമുണ്ട്, അതിന് സ്വസ്ഥതയില്ല. അവസാനം തുറമുഖത്തിൽ കൊണ്ട് ഛർദ്ദിച്ചിട്ടു. അപ്പോൾ യോന ചിന്തിച്ചു, കുഴപ്പമൊന്നുമില്ല, രക്ഷപ്പെട്ടെന്ന്. ഇല്ല, നമ്മളോട്ട് നോക്കിയപ്പോൾ ഒരു പെട്ടെന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഹല്ലേലൂയ ഒരു ആവണിക്ക് കിളുത്ത് വന്ന് നിൽക്കുന്നു. അതിൻ്റെ കീഴിലിരിക്കുക ചൂടത്ത്. കേരളത്തിൽ ഇപ്പം 5 6 ജില്ല ഇപ്പം ചൂടാണെന്ന് അറിയാൻ കഴിയുന്നത്. ഞാൻ രാജസ്ഥാനിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, എന്ത് സംഭവം? അതും നഷ്ടപ്പെട്ടു. അവസാനം യോന ദൈവം ആഗ്രഹിക്കുന്ന പോലെ തന്നെ നിനവയ്ക്ക് എതിരായിട്ട് പ്രസംഗിക്കുക. ഹല്ലേലൂയ. നിന്നെ ദൈവം വിളിച്ചെങ്കിൽ, നിന്നെ ദൈവം സെലക്ട് ചെയ്തെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്നപ്പോൾ നീ എന്താ വരാത്തത്? ഹല്ലേലൂയ. നീ തീരത്ത് നിന്നാണ് ഇതെല്ലാം കാണുന്നത്. തീരത്ത് നിന്ന് മീൻ പിടിക്കാൻ പറ്റത്തില്ല. നിനക്ക് മീൻ പിടിക്കണോ? നീ ആഴത്തിലേക്ക് നിന്റെ വള്ളവുമായിട്ട് നീ പോ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, വചനത്തോട് കൂടിയുള്ള സമർപ്പണം, ഒരു സറണ്ടറിങ്,
ഒരു ഡെഡിക്കേഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. നമ്മുടെ ഹൃദയത്തിൽ തീരുമാനങ്ങൾ എടുത്താൽ പോരാ, ദൈവത്തിന് മുമ്പാകെ അത് വെളിപ്പെടുത്തണം പ്രിയമുള്ളവരെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ സ്നേഹിപ്പാൻ അവൻ ഓരോരുത്തരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നാം മനസ്സോടെ ദൈവത്തിന് വേണ്ടി സേവിക്കാൻ നമുക്ക് കഴിയുമോ? ഹല്ലേലൂയ. ചിലർ മുറിയിൽ നിന്നാണ് ആരാധിക്കുന്നത്. മുറിക്കുള്ളിൽ ആരും വിശ്വാസിയില്ല. മുറിയിൽ നിന്ന് വെളിയുക, ജനത്തിനിടയിലേക്ക് ഇറങ്ങിച്ചല്ലേ. ഹല്ലേലൂയ. ഇവിടെ നമുക്കറിയാം, യെശയ്യാവ് പറഞ്ഞു, ഇതാ ഞാൻ, എന്നെ അയക്കൂ. ഹല്ലേലൂയ. യെശയ്യാവ് ഒരു വലിയ തീരുമാനം എടുക്കുകയാണ്. യെശയ്യാവ് പറഞ്ഞു, ദൈവമേ, എനിക്ക് എല്ലാം ബോധ്യപ്പെട്ടു, ഞാൻ നിനക്ക് വേണ്ടി എന്തും ചെയ്യാം, നീ എന്നെ അയക്കാൻ പറയുകയാണ്. ഹല്ലേലൂയ. അവൻ മടിച്ചില്ല, യെശയ്യാവ് പിന്മാറിയില്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ കേരളം പോലല്ല, വടക്കേന്ത്യയിലൊക്കെ പ്രവർത്തിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഹല്ലേലൂയ. ആരോടെങ്കിലും സുവിശേഷം പറഞ്ഞാൽ അപ്പോൾ അരമണിക്കൂറിനുള്ളിൽ അവിടെ പ്രശ്നം ഉണ്ടാകും. അങ്ങനെ ഭീകരമായിട്ടുള്ള പല സ്ഥലങ്ങളിൽ ഇവിടെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യെശയ്യാവിനുള്ള ഗുണം എന്താണെന്നറിയാമോ? ഒന്ന്, പാപത്തോട് പാപമെന്നറിഞ്ഞപ്പോൾ തൻ്റെ ഹൃദയം പാപത്തോട് പാപത്തെ അറിയുന്ന ഒരു ഹൃദയം തനിക്കുണ്ടായിരുന്നു, ഒരു പശ്ചാത്താപം. അതുപോലെ തന്നെ ഹല്ലേലൂയ, അവന്റെ ഹൃദയം കേട്ട് അത് മനസ്സിലാക്കാൻ ദൈവം അവനൊരു ഹൃദയം കൊടുക്കുക. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത്? എന്നെ അയക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ എൻ്റെ കുറവശങ്ങൾ വെളിപ്പെടുത്തണം. കർത്താവേ, നീ എന്നെ പുതുക്കി പണിയണം. കർത്താവേ, നീ എനിക്ക് ശക്തിയെ തരണം. ഇന്നലെ വരെ ഉണ്ടായ ജീവിതമല്ല കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. ഞാൻ ജോലി ചെയ്യുന്നിടത്ത്, ഞാൻ പോകുന്നിടത്ത് നിന്നെ ഞാൻ ആരാധിക്കുവാൻ, നിന്നെ ഞാൻ സാക്ഷീകരിക്കുവാൻ, നിനക്ക് വേണ്ടി ആ ശമര്യക്കാരത്തി തൻ്റെ പാത്രം പോലും വിട്ടു പോയതുപോലെ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, നിനക്ക് വേണ്ടി ഞാൻ ചെയ്യാൻ തയ്യാറാണ്. നമുക്ക് കർത്താവിനോട് പറയാം. ഹല്ലേലൂയ. വയൽ പ്രദേശം വിളഞ്ഞു കിടക്കുകയാണ് പ്രിയമുള്ളവരെ. പക്ഷെ കൊയ്ത്തുകാരോ ഇവിടെ നോക്കാനൊന്നും ആരുമില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നാം എന്താണ്, നമുക്ക് താഴ്മ ധരിക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ വഞ്ചനയുള്ളവരാകാൻ ഇടവരാതെ താഴ്മ ധരിച്ച് ദൈവത്തെ നമുക്ക് സേവിക്കാം. അഹങ്കാരം മാറ്റാം, ദൈവത്തിന്റെ സ്വഭാവം ധരിക്കാം. യെശയ്യാവിനെ പോലെ ഹല്ലേലൂയ, നമുക്ക് ദൈവത്തിന് വേണ്ടി സേവിക്കാം. ഈ വചനം നിങ്ങൾക്ക് ആശ്വാസമായെന്ന്, വചനങ്ങളിലേക്ക് കൂടുതൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ഇടയായി ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, കേൾപ്പിച്ച വചനത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഓരോരുത്തരും സഹായിച്ചാട്ടെ. ഈ വചനം അവർക്ക് ആശ്വാസവും അനുഗ്രഹമായി തരുവാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ടാൽ സ്തുതി യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.